നിങ്ങളുടെ അവതരണം. ഇവിടെ MT നിള എന്ന് പറഞ്ഞ പ്രധാന വേദിയിലും നിറഞ്ഞ ആൾക്കാരുടെ മുൻപിലാണ് ഇവരിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവതരണം നടത്തിയത്. ഇവരെല്ലാവരും കാസർഗോഡ് മടിക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, +1 വിദ്യാർത്ഥികളാണ്. ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് യദുരാജ്, ഇത് നീരജ് കൊമ്പാണ് വഹിക്കുന്നത്. ഇത് ആശീർവാദി എലത്താളം, ഇത് വിഷ്ണു വെളന്തല കൊട്ടുന്നു. അത് ഗോകുൽ കൃഷ്ണ എലത്താളം കൊട്ടുന്നു. ഇത് സംഗീത് ചന്ദ്രൻ ചെണ്ട കൊട്ടുന്നു. അത് ഭുവൻദാസ് കുഴൽ വഹിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു വേദിയിലെ പെർഫോമൻസ്? കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. നല്ല 20 ടീം, കുറേ ടീം ഉണ്ടായിരുന്നു. പിന്നെ നല്ല മത്സരമായിരുന്നു, പവർഫുൾ മത്സരമായിരുന്നു. നിങ്ങൾ എത്ര വർഷമായി ഈ സ്റ്റേറ്റിൽ? ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ 3ാമത്തെ തവണയാണ്. ബാക്കി ഇവന് 3ാമത്തെ തവണ, അവന് 3ാമത്തെ തവണ, ബാക്കി എല്ലാവരും ആദ്യമായിട്ടാണോ? ജില്ലയിലൊക്കെ പോയി, സ്റ്റേറ്റിൽ ആദ്യമായിട്ടാ. അടിപൊളിയാ. ആരാണ് പഠിപ്പിക്കുന്നത്? ആരാണ്? നീലേശ്വരം സന്തോഷ് മാരാർ. എത്ര മാസം എടുത്തു ഒന്ന് പഠിപ്പിച്ചെടുത്ത് ഇതുവരെ എത്തിക്കാനോ? ഒരു 2 ആഴ്ചക്കുള്ളിൽ നല്ല പഠിച്ചു. പകുതി നിന്ന് പഠിച്ചവരാ. പഠിച്ചവരാണോ? അതെ അതെ അല്ലേ. പഠിക്കാത്ത ആളായിട്ട് ഇതാ ഇവനുണ്ട്. ഇവൻ കൊമ്പും നമ്മളും ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആദ്യം തുടക്കമുണ്ടായിരുന്നു, ബാക്കിയെല്ലാം കഷ്ടമായി. പിന്നെ ഇഷ്ടപ്പെട്ട് തന്നെയാണോ ഇതിലേക്ക് എത്തിയത്? ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വീട്ടിലൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? ചെണ്ടമേളത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞ് വഴക്ക് പറയാറുണ്ടോ അതോ കട്ട സപ്പോർട്ടാണ്? നല്ല സപ്പോർട്ട്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് തന്നെയാണ്. എനിക്ക് എൻ്റെ പാഷൻ തന്നെയാണ്, പ്രൊഫഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞതിനും പോയിട്ടുണ്ടായി, അപ്പോൾ അതിന് നല്ല സപ്പോർട്ട്. വേറെ പരിപാടികൾ എന്തെങ്കിലും പോകുന്നുണ്ടോ? ആ ഉണ്ട്, ഞാൻ പോകുന്നുണ്ട്. അടിച്ചു പൊളിച്ച് വേദി എനിക്ക് തോന്നുന്നു കലക്കിയിട്ടുണ്ടായിരിക്കുന്നത്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. തിരിച്ചിട്ട് നാളെ അല്ലേ. എന്തായാലും A ഗ്രേഡ് കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും. അതിന്റെ ഒരു എനർജി കൂടെ ഒന്ന് വേണമായിരുന്നു. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. A ഗ്രേഡ് കിട്ടി. കഴിഞ്ഞ കൊല്ലത്തിലായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു, കോഴിക്കോടും ഉണ്ടായിരുന്നു മത്സരത്തില്. അതിനെപ്പറ്റി നല്ല മത്സരമായിരുന്നു. കോഴിക്കോട് നല്ല സ്ഥലമായിരുന്നു, നല്ല മത്സരിച്ച് അവിടെ പോയി. പിന്നെ കൊല്ലത്ത് പോയപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് അങ്ങനത്തെ രോഗമൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഇതായി. പിന്നെ ഇവിടെ വന്നപ്പോൾ തിരുവനന്തപുരമാണോ വൈബ് അതോ കൊല്ലമാണോ? തിരുവനന്തപുരം തന്നെ, പക്ഷേ വൈബ് നമ്മളെ കാസർഗോഡ് തന്നെ. കാസർഗോഡ് എന്തൊക്കെ കാണാനുണ്ട്? ബേക്കൽ ഫോർട്ടില്ലേ കാസർഗോഡ്, പള്ളിക്കര വെച്ചിട്ടുണ്ട്, പിന്നെ റാണിപുരമുണ്ട്, പിന്നെ നല്ല ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ അടിപൊളി സ്ഥലം. ഫാഷൻ നമ്മൾ ലീഡ് നിലയിൽ പിന്നോട്ടാണെങ്കിൽ നമ്മൾ അടിക്കുമായിരിക്കും, അടിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ അടിക്കുമായിരിക്കും. കപ്പടിക്കോ? ശ്രമിക്കുന്നുണ്ടല്ലോ. കപ്പിലല്ല കാര്യം അല്ലേ. എന്താ ഗുരു നിങ്ങളുടെ അടുത്ത് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം? മത്സരിച്ചാൽ മതി, കിട്ടിയില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. മത്സരമാണ് വലുത്, ഇഷ്ടത്തോടെ ചെയ്യുന്നത്. അതെ അതെ. ഇപ്പം തകർപ്പൻ ടീമിനൊപ്പം MT നിളയിൽ നിന്നും അനന്യ അനിൽ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.